ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈശോയുടെ ജനന തിരുനാളിന് ശേഷമുള്ള രണ്ടാമത്തെ ഞായറാഴ്ച നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ഒരു ക്രിസ്മസ് ടൈഡിന് ശേഷം നമ്മൾ ഓർഡിനറി ആയിട്ടുള്ള ആരാധനാക്രമ വത്സരത്തിലേക്ക് പ്രവേശിക്കാം. ഒരു ട്രാൻസിഷൻ പീരീഡാണ് നമ്മൾ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു തിരുനാൾ ദിനം. ഇന്ന് തിരുസഭ പ്രത്യേകമായിട്ട് ഈശോയുടെ ജ്ഞാനസ്നാന തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ചരിത്രപരമായി ഈ ഒരു ജ്ഞാനസ്നാനത്തിന് പല മാനങ്ങൾ നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. ഏറ്റവും പ്രധാനമായി നമ്മൾ അത്ര പരിചിതമല്ലാത്ത ഒരു ചരിത്രപരമായിട്ടുള്ളൊരു വസ്തുത ഈ ഒരു ജ്ഞാനസ്നാനവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. നമ്മുടെ സ്നാപക യോഹന്നാൻ അടക്കം അംഗമായിട്ടുള്ള കുമ്രാൻ എന്ന് പറയുന്ന സന്യാസ സമൂഹം, കുമ്രാൻ മലയിടുക്കുകളിൽ രൂപപ്പെടുന്ന ഒരു സന്യാസ സമൂഹമാണ്. യഹൂദ മത ആചാരപ്രകാരമുള്ളതാണ്. അവർ വിശ്വസിച്ചിരുന്നൊരു കാര്യമാണ് രക്ഷകൻ കടന്നു വരുന്നത്, മിശിഹ കടന്നു വരുന്നത് രണ്ട് വ്യക്തികളിലൂടെ ആയിരിക്കും എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു. പുരോഹിത വിധിപ്രകാരമുള്ള ഒരു മിശിഹായും യൂദാവംശത്തിൽ നിന്ന് രാജകീയ വിധിപ്രകാരമുള്ള ഒരു മിശിഹായും. ഇങ്ങനെ രണ്ട് മിശിഹാമാരെ കുറിച്ച് പ്രതീക്ഷിച്ചിരുന്ന കുമ്രാനിലുള്ള സന്യാസിമാരെ നമുക്ക് ചരിത്രത്തിൻ്റെ ഏടുകളിൽ കാണാനായിട്ട് കഴിയും. അവർ വിശ്വസിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ മിശിഹ അഭിഷിക്തൻ, ക്രിസ്തു അഭിഷിക്തൻ എന്ന് പറയുന്ന ആ ഒരു ചിന്താഗതിക്ക് ഈ രണ്ട് മാനങ്ങൾ അവരുടെ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ദൈവത്തെ ആരാധിക്കുവാനായിട്ട് മോശ ഈ മലമുകളിലേക്ക് ജനത്തെ കൊണ്ടുവരുന്നത് പോലെ ദൈവത്തിലേക്ക് എല്ലാ മനുഷ്യരെയും തിരിക്കുന്ന ഒരു മിശിഹ, അത് പുരോഹിത ദൗത്യം പേറുവരുന്ന മിശിഹായാണ്, അഹറോന്റെ പാരമ്പര്യത്തിലുള്ള മിശിഹ. ഇതേപോലെ തന്നെ ഈ ഒരു രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുന്നതിന് വേണ്ടി രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്ന മിശിഹ, അത് യൂദാ വംശത്തിൽ നിന്ന് പിന്തുടർച്ച പേറുന്ന മിശിഹ. ഇങ്ങനെ രണ്ട് ദൗത്യങ്ങൾ ചരിത്രപരമായി അവരനുഭവിച്ചു കൊണ്ടിരുന്ന രണ്ടിടങ്ങളിലുള്ള അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് വ്യക്തികളായിട്ടാണ് ഈ മിശിഹായെ അവർ പ്രതീക്ഷിച്ചിരുന്നത്. ഇതിൻ്റെ വ്യംഗ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഈശോ കടന്നു വരുന്ന സമയത്ത് അവർക്ക് മനസ്സിലായില്ല എന്ന് ഒരല്പം കൂടെ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടാനായിട്ട് ഈ ഒരു ചിന്താധാര നമ്മെ പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ഈ ജ്ഞാനസ്നാനത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഈശോയെ കണ്ടെത്തുന്നത് രണ്ട് ദൗത്യമല്ല, മൂന്ന് ദൗത്യങ്ങളും പേറുന്ന മിശിഹായായിട്ട് ഈശോ കടന്നു വരുന്നതാണ്, അഭിഷിക്തനായിട്ട് ഈശോ കടന്നു വരുന്നതാണ്. ഒന്നാമതായിട്ട് ഈശോ ഒരു പ്രവാചക ദൗത്യം പേറുന്നുണ്ട്. രണ്ടാമതായിട്ട് ഈശോ ഒരു പൗരോഹിത്യ ദൗത്യം പേറുന്നുണ്ട്. മൂന്നാമതായിട്ട് ഈശോ ഒരു രാജകീയ ദൗത്യവും പേറുന്നുണ്ട്. ഇങ്ങനെ രാജാവായും പുരോഹിതനായും അതോടൊപ്പം പ്രവാചകനായും അഭിഷേകം ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഈശോ ഈ ജ്ഞാനസ്നാനം സ്വീകരിക്കുക. ചരിത്രപരമായി ഇങ്ങനെയൊരു പശ്ചാത്തലം ഈ ഒരു ജ്ഞാനസ്നാനത്തിനുണ്ട്. ഇനി വിശ്വാസപരമായി യഹൂദർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ജ്ഞാനസ്നാനം, വളരെ കോമൺ അല്ലാതിരുന്ന ഒരു ജ്ഞാനസ്നാനമാണ് ഇന്ന് ഈശോ സ്വീകരിക്കുക. കാരണം യഹൂദ മതത്തിലേക്ക് ഒരു വിജാതീയൻ കടന്നു വരുമ്പോൾ ആ വിജാതീയന് മാത്രമാണ് ഈ യഹൂദ മതത്തിലേക്ക് കടന്നു വരാനായിട്ട് ഈ ഒരു ജ്ഞാനസ്നാനം ആവശ്യമായിട്ടുണ്ടായിരുന്നത്. ഒരിക്കലും ഒരു മാനസാനന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിരുന്നില്ല. അതുകൊണ്ട് പുതിയൊരു ജ്ഞാനസ്നാനവും പ്രഘോഷിച്ചുകൊണ്ടാണ്, മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനവും പ്രഘോഷിച്ചുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ ജോർദാൻ്റെ കരയിലേക്ക് കടന്നു വരിക. ഈ ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിലൂടെ ഈശോ താതാത്മ്യപ്പെടുന്നത് പുതിയൊരു തുടക്കത്തിലേക്ക് കർത്താവ് നമ്മോടൊപ്പം കടന്നു വരുന്നതിൻ്റെ, നമ്മൾ കടന്നു പോകുന്ന ഈ ഒരു പുതിയ തുടക്കത്തിലേക്ക് യഹൂദരടക്കം എല്ലാ യഹൂദരും കടന്നു വരാനായിട്ട് ആഗ്രഹിച്ച ഈ ഒരു പുതിയ തുടക്കത്തിലേക്ക് ഈശോയെ തന്നെ ഉൾച്ചേർക്കുന്നുണ്ട് ഈ ഒരു ജ്ഞാനസ്നാനം സ്നാപക യോഹന്നാനിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട്. മൂന്നാമതായിട്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ത്രിത്വത്തെ നമ്മൾ കൃത്യമായിട്ട് കാണുന്നത്, കൃത്യമായിട്ട് വെളിപ്പെടുത്തപ്പെടുന്ന ഒരു ഭാഗം കൂടെയാണ് ഈ ഒരു ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്. പിതാവായ ദൈവം സ്വർഗം തുറന്ന് ശബ്ദമായിട്ട് ഈ ജ്ഞാനസ്നാന വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഈ ജ്ഞാനസ്നാന വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. ഈശോ തീർച്ചയായും അവിടെ സന്നിഹിതനായിരുന്നുകൊണ്ട് പുത്രനായ ദൈവത്തിൻ്റെ സാന്നിധ്യവും നമുക്കിവിടെ വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. പരിശുദ്ധ ത്രിത്വത്തെ ഏറ്റവും എവിഡൻ്റായിട്ട്, ഏറ്റവും പ്രകടമായിട്ട് നമ്മുടെ മുൻപിൽ വരച്ച് കാണിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഈശോയുടെ ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്.
പറയുന്നത്. അതോടൊപ്പം ഈ ഒരു ട്രാൻസിഷൻ്റെ ഓർമ്മപ്പെടുത്തലൂടെ നമ്മുടെ ഈ ഒരു ആരാധനക്രമത്തിലെ തുടക്കമായ ആഗമനകാലം, അതിനുശേഷമുള്ള ക്രിസ്മസ് കാലം, അതിനുശേഷം നമ്മൾ പുതിയ ഒരു തുടക്കത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വളരെ സ്വാഭാവികമായിട്ടുള്ള കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. സാധാരണ കാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുക കൂടെയാണ് ഈ ഒരു ജ്ഞാനസ്നാന തിരുനാളിലൂടെ. ഇനി ഈ ജ്ഞാനസ്നാനം നമുക്ക് വെച്ച് നീട്ടുന്ന ഒരു വലിയ ചലഞ്ച് ഉണ്ട്. ഇന്ന് ഈശോയുടെ മുൻപിലേക്ക് പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈശോയുടെ ശരീരത്തെ കർത്താവ് ഒരുക്കുന്നുണ്ട്, ഈശോയുടെ ആത്മാവിനെ കർത്താവ് ഒരുക്കുന്നുണ്ട്. ഈ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ എത്രമാത്രം നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി പരുവപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഈ ഒരു ദിവസം നമ്മുടെ മുൻപിൽ വെച്ച് നീട്ടുന്നുണ്ട്. രണ്ടാമതായിട്ട് സ്വർഗം തുറക്കപ്പെട്ട് ഈശോയെക്കുറിച്ച് ഇവനെൻ്റെ പ്രിയപുത്രൻ എന്നൊരു വെളിപ്പെടുത്തൽ നടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ജ്ഞാനസ്നാനം സ്വീകരിച്ചതിലൂടെ ദൈവത്തിൻ്റെ മകനായി, ദൈവത്തിൻ്റെ മകളായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതം നമ്മൾ അതിനുവേണ്ടി എത്രമാത്രം അതിനോട് ചേർത്ത് ക്രമപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ ഈ ഒരു ദിവസം നമ്മുടെയൊക്കെ മുമ്പിലേക്ക് വച്ച് നീട്ടുന്നുണ്ട്. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, ഈ ഒരു ജ്ഞാനസ്നാന തിരുനാൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു പാഠം എന്ന് പറയുന്നത്, നമ്മളായിരിക്കുന്ന അംഗങ്ങളായിരിക്കുന്ന തിരുസഭയോട് നമ്മൾ എത്രമാത്രം ചേർന്ന് നിൽക്കുന്നവരാണ് എന്നൊരു ചോദ്യം കൂടെ. മൂന്നിടങ്ങളിൽ നമ്മൾ ഈ ഒരു ജ്ഞാനസ്നാന തിരുനാൾ ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമ്മൾ എത്രമാത്രം നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുക്കിയിട്ടുണ്ട്. ദൈവം വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ മകനും മകളുമായ നമ്മൾ ഓരോരുത്തരും എത്രമാത്രം ആ ഒരു പേരിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, നമ്മൾ അംഗങ്ങളായി തീർന്ന ഈ പരിശുദ്ധ തിരുസഭയിൽ നമ്മൾ എത്രമാത്രം അതിനോട് ചേർന്ന് ജീവിക്കാനായിട്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ മൂന്ന് ചലഞ്ചുകൾ ഈ ഒരു ദിവസം നമ്മുടെ മുൻപിലേക്ക് ഈ ഒരു ജ്ഞാനസ്നാന തിരുനാളിലൂടെ കടന്നു വരുന്നുണ്ട്. സ്വർഗം തുറന്ന് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെ മേലിറങ്ങി വന്ന് നമ്മൾ ദൈവത്തിൻ്റെ മകനും മകളുമാണെന്ന് സ്ഥിരീകരിച്ച് തിരുസഭയിൽ അംഗങ്ങളാക്കി മാറ്റി എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ച ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടുള്ള സകല മനുഷ്യർക്കും നിങ്ങൾക്ക് ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള സൗജന്യമായ രക്ഷ സ്വീകരിക്കാൻ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ജ്ഞാനസ്നാന തിരുനാളിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ആശംസകളും എല്ലാവർക്കും സ്നേഹത്തോടുകൂടെ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.